ഹലോ ഫ്രണ്ട്സ്, ഇവർ വിവാഹിതരായാൽ എന്ന സീരിയലിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സൗഭാഗ്യ രാവിലെ തന്നെ അജയനെ വിളിക്കാൻ കേട്ടോ. വിളിച്ച് ആ കാലത്തൊട്ട് തൊഴുത് അനുഗ്രഹമൊക്കെ കൊടുക്കുവാണ്. കാര്യം ഇന്നാണ് കുടുംബക്ഷേത്രത്തിലെ മെയിൻ പൂജ പറഞ്ഞിരിക്കുന്നത്. അതിനു വേണ്ടി കുടുംബത്തിലെ എല്ലാവരും കൂടെ ചേർന്ന് പോവേണ്ട ആവശ്യമുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് സംസാരിക്കാനാണ് അജയനെ വിളിക്കുന്നത്. എന്നിട്ട് അജയനോട് പറയണം, അതെ, നീ ഇപ്പോൾ അഞ്ജനെ വിവാഹം കഴിക്കുന്ന കാര്യം അത് സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം. അതിവിടെ നടന്നേ പറ്റുള്ളൂ. കാരണം ഈ കുടുംബത്തിൽ ശരിക്കും നമുക്ക് 3 പെൺകുട്ടികളാണുള്ളത്. അതിൽ ഒരാൾ അറിയാമല്ലോ, നമ്മുടെ നിൻ്റെ മൂത്ത മാമൻ്റെ തന്നെ മകളാണ്. അവളെ കാണാതായിട്ട് വർഷങ്ങളായി. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മളിനി വേദനിച്ചിട്ട് കാര്യമില്ല. എന്നാലും ഞാൻ പറയുകയാണ്, ആ 3 പേർക്കും കഴുത്തിൽ പോലും ഞാൻ ഒരേപോലത്തെ ലോക്കറ്റുള്ള മാലയാണ് അണിഞ്ഞു കൊടുത്തിരുന്നത്. കാരണം നമ്മളെ കുടുംബത്തിൻ്റെ ആ ഒരു ചൈതന്യം നിലനിർത്തിക്കൊണ്ട് പോകണമല്ലോ, അതുകൊണ്ട് മാത്രമാണ് എന്നിങ്ങനെ സൗഭാഗ്യം പറഞ്ഞു കൊടുക്കാട്ടോ കൊച്ചുമോനോട്. എന്നിട്ട് പറയുകയാണ്, നീ എവിടേക്ക് പോയാലും ശരി തന്നെ ഈ വീടിൻ്റേതായിട്ടുള്ള ചില നിയമങ്ങളും രീതികളും ഒക്കെ ഉണ്ട്. അത് കൈവിടാതെ നീ കൊണ്ടുപോകണം. നമുക്ക് ഒരുപാട് പണവും സ്വത്തും ഒന്നുമല്ല ഭഗവാനോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. സമാധാനവും സന്തോഷവും പിന്നെ ജീവിച്ചു പോകാനുള്ള വരുമാനവും കിട്ടണേ എന്നൊക്കെ മാത്രമാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഒരുപാട് പണവും സ്വത്തും ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് സമാധാനം ഉണ്ടാവില്ല. പിന്നെ അതിൻ്റെ പുറകെ ഓരോ പ്രശ്നങ്ങളായിട്ട് ഓടേണ്ടി വരും. അങ്ങനെ അല്ല നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടത് കേട്ടോ മോനെ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ഉപദേശങ്ങൾ കൊടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ഭവാനി അങ്ങോട്ട് വരാം കേട്ടോ. അങ്ങനെ ഭവാനിയോട് ചോദിക്കുന്നുണ്ട്, സംഗീത എന്തിയടിയെന്ന്. സംഗീത ഒരുങ്ങുക. ഓ അത് ശരി, അപ്പോൾ അഞ്ജന എന്തിയെ? അവളും ഒരുങ്ങാണ്. ശരി, അപ്പോൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി വരാൻ പറയണം. നമുക്ക് പോകാനുള്ള സമയമായി വരുന്നു. അതെ, പിന്നെ ഇവരുടെ വിവാഹം അത് നമുക്ക് എത്രയും വേഗം നിശ്ചയമെല്ലാം നടത്തി വയ്ക്കണം എന്നൊക്കെ പറയാം കേട്ടോ. അത് പക്ഷേ നമ്മുടെ അജയന് അത്ര തൃപ്തിയാവുന്നൊന്നുമില്ല. എന്തായാലും സത്യൻ്റെ മകൾ നഷ്ടപ്പെട്ടു, ഭാര്യ നഷ്ടപ്പെട്ടു. ഇതിനെക്കുറിച്ച് അദ്ദേഹത്തിന് വല്ലാത്തൊരു സങ്കടമാണ്. അതുകൊണ്ട് തന്നെ മോനോട് പറയുന്നുണ്ട്, അജയനോട്, നീ ഇപ്പോൾ ഒരു നല്ലൊരു പോലീസ് ഉദ്യോഗസ്ഥനല്ലേ, ഇനി നമ്മുടെ സത്യൻ്റെ വിഷമം മാറ്റി കൊടുക്കേണ്ടത് നിൻ്റെയും കൂടെ കടമയാണെന്ന് പറയാം കേട്ടോ. അപ്പോൾ മുത്തശ്ശിക്ക് വാക്ക് കൊടുക്കുകയാണ് കേട്ടോ അജയൻ. ഞാൻ മുത്തശ്ശിക്ക് വാക്ക് തരുന്നു. പിന്നെ ഇനി എന്തൊക്കെ ത്യാഗം സഹിച്ചിട്ടാണെങ്കിലും പിന്നെ അങ്കിളിൻ്റെ ഭാര്യയും മകളും എവിടെയുണ്ടെന്ന് ഞാൻ കണ്ടെത്തും. ഇനി ഒരു പക്ഷേ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണെന്നും ഞാൻ കണ്ടെത്തും. അതെൻ്റെ കടമയാണ്. ഞാൻ വാക്ക് തരികയാണെന്ന് പറയാട്ടോ. മുത്തശ്ശിക്ക് സന്തോഷമാവുന്നുണ്ട്. അതോടുകൂടി നമ്മുടെ വന്ന് നിൽക്കുന്ന അവരുടെ മരുമകളുണ്ടല്ലോ ഭവാനി, അവർക്ക് തീരെ പിടിക്കുന്നില്ല കേട്ടോ. ഭയങ്കരമായിട്ട് ദേഷ്യം വരുവാണ്. അവരാണല്ലോ ഇതിൻ്റെ എല്ലാ ആണിക്കല്ല്. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ അച്യുതൻ്റെ വീട്ടിൽ കാണിക്കട്ടോ. അപ്പോൾ ഈ ഇവിടുത്തെ സൗഭാഗ്യ അവരുടെ വീട്ടിലെ പൂജയും ചടങ്ങിനും ഒക്കെ പായസവും മറ്റുള്ള പൂജാതി കർമ്മത്തിലുള്ള ആവശ്യങ്ങൾ ഉള്ള സാധനങ്ങളെല്ലാം കൊണ്ടു കൊടുക്കാമെന്ന് ഏറ്റിരിക്കുന്നത് നമ്മുടെ അച്യുതൻ്റെ വീട്ടുകാരാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഭൂമിജയും ഒക്കെ ആയിട്ട് അതിന് വേണ്ടിയുള്ള രാവിലെ പായസമൊക്കെ ഉണ്ടാക്കുന്ന തയ്യാറെടുപ്പിലാണ്. ആ സമയത്ത് അമ്മയ്ക്ക് ഇത്തിരി സന്തോഷം കൊടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് അമ്മയോട് പറയാം, അച്ഛനും അമ്മയും തമ്മിൽ പണ്ട് എങ്ങനെയാണ് കണ്ടുമുട്ടിയത്, നിങ്ങളുടെ ലവ് സ്റ്റോറി ഒന്ന് പറയാമോ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, എന്ത് പറയാനടി, ഞാനൊരു നാടകക്കാരി ആയിരുന്നല്ലോ. ഞാൻ നാടകം കളിക്കുമ്പോൾ സ്ഥിരമായിട്ട് ആ നാടകം കാണാൻ വരാറുള്ള ആളായിരുന്നു നിൻ്റെ അച്ഛൻ. കൊള്ളാവുന്നതിനും കൊള്ളാത്തതിനും ഒക്കെ കൈയടിക്കുമായിരുന്നു. അപ്പം തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്തോ ഉള്ളിലുണ്ടെന്ന്. അങ്ങനെ ഇരുന്ന് ഒരു ദിവസം എൻ്റെ ഒരു നാടകത്തിൽ ഞാൻ ഇയാളെ നോക്കിയിരുന്നിരുന്ന്, അതായത് നിൻ്റെ അച്ഛനെ നോക്കിയിരുന്ന് ചില ഡയലോഗുകൾ പോലും ഞാൻ മറന്നു. പിന്നെ അവിടെ ഇരുന്ന് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇരുന്ന് ഒരു ദിവസം എന്നോട് ചോദിച്ചു, പേടിച്ച് പറിച്ചാ ചോദിച്ചത് എന്നോട് ജീവിക്കാൻ ഇഷ്ടമുണ്ടെന്നുള്ളത്. പിന്നെ അതിനുശേഷം വേറൊരു ദിവസം ഞാനതിന് മറുപടിയും കൊടുത്തു കേട്ടോ, ഇഷ്ടമാണെന്ന്. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ജീവിതം, നാടകം തന്നെയാണ് നമ്മളെ ഒന്നിപ്പിച്ചത് എന്നൊക്കെ പറയാൻ അവരിങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് അച്ഛനെ ഓടിക്കൊണ്ട് വരികയാണ് അച്യുതൻ ഒരു പത്രവും പിടിച്ച്. നോക്കുമ്പോളെ നോക്കിക്കേ, ഇതിലെന്താ എഴുതിയിരിക്കുന്നതെന്ന്. അപ്പോൾ നമ്മുടെ നാട്ടിലെ ആരോഗ്യമന്ത്രിയുടെ മകൻ ജിജോ മരിച്ചത് ആത്മഹത്യയാണെന്ന് അതോ കൊലപാതകമാണോ എന്ന് തെളിയാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ അജയ് ഇരിക്കുകയായിരുന്നു. ആ ഫയൽ നമുക്ക് മടക്കി വെക്കാമെന്ന്. അപ്പോഴാണ് അവസാനമായിട്ട് നമ്മൾ ഭൂമിജ ഒരു ക്ലൂ കൊടുക്കുന്നത്, അദ്ദേഹം ആത്മഹത്യ തന്നെയാവും ചെയ്തിരിക്കുന്നത്. കാരണം മാനസിക രോഗമുള്ള ആളാണ്. ഒരു പക്ഷേ ഐസ് കട്ടകൾ അടുക്കി വെച്ചിട്ട് അതിൻ്റെ പുറത്ത് നിന്നിട്ട് തൂങ്ങിയിട്ടുണ്ടാവും. തനിയെ ആ വെള്ളം താഴേക്ക് ഒലിച്ചു തീർന്ന സമയത്തേക്കും
താഴേക്ക് വലിഞ്ഞ് അദ്ദേഹം മരിച്ചിട്ടുണ്ടാവും. അങ്ങനെയാവും സംഭവിക്കാമെന്ന് അന്ന് പറഞ്ഞപ്പോൾ അജയ് ഭൂമിജയെ ഓടിച്ചു വിട്ടു പോലീസ് സ്റ്റേഷനിൽ നിന്ന്. പക്ഷേ അതേ കാര്യം തന്നെ പറഞ്ഞ് ഇപ്പോൾ ആ കേസ് പൂർണ്ണമായിട്ട് തിരുത്തി എഴുതിയിരിക്കുകയാണ് കേട്ടോ. അത് അങ്ങനെ അത് ആത്മഹത്യാ ശ്രമം തന്നെയാണെന്ന് വരുത്തി തീർത്ത് കേസ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അത് പത്രങ്ങളിലെല്ലാം വലിയൊരു വാർത്തയായി വന്ന കാര്യമാണ്. ഇപ്പോൾ അച്ഛൻ ആ പത്രവും കൊണ്ട് മോളെ കാണിക്കാൻ വന്നത്. അപ്പം തന്നെ പറയണ്ട, ഈ അജയ് അയാൾ നല്ല മിടുക്കനാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഉയർത്തി പറയുമ്പോൾ ഭൂമിജ പറയാണ്, അച്ഛൻ അയാൾ അങ്ങനെ അടിച്ചു പൊക്കേന്ന് വേണ്ട. എന്ന് വെച്ചാലേ ഞാൻ പറഞ്ഞു കൊടുത്ത ഐഡിയ ആണെന്ന് പറയാതെ അങ്ങ് പറയുകയാണ് കേട്ടോ നമ്മൾ ഭൂമിജ. അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു പൊതി എടുത്തുകൊണ്ട് വന്ന് മകളുടെ കൈ കൊടുക്കുകയാണ്. മോളെ, ഇത് മോക്കുള്ളതാണ്. എന്താ അച്ഛാന്ന് ചോദിക്കുകയാണ്. തുറന്ന് നോക്ക്, അപ്പം കാണാം. നോക്കുമ്പോൾ നല്ല അടിപൊളിയൊരു സാരിയും അതിന് മാച്ചായിട്ടൊരു ബ്ലൗസും. ഇതൊക്കെ എവിടെ നിന്നാണെന്ന് ചോദിക്കുമ്പോഴാണ് അച്യുതൻ പറയണത്, ഇന്ന് നീ സൗഭാഗ്യപുരത്ത് പൂജയ്ക്കുള്ള കാര്യങ്ങൾക്കൊക്കെ നീ പോകുന്നല്ലേ, അവിടെ ചെന്ന് കയറുമ്പോൾ വളരെ മോശമായിട്ടല്ല, നല്ല അന്തസ്സായിട്ട് നല്ല സാരി ഉടുത്ത് വേണം മോള് പോകാനായിട്ട്. അതുകൊണ്ട് നിങ്ങളാരും അറിയാണ്ട് ഇവളുടെ ബ്ലൗസ് ഞാൻ എടുത്തുകൊണ്ട് പോയി അളവ് കൊടുത്തിരുന്നു. അങ്ങനെയാണ് സാരിയും ബ്ലൗസും ഒക്കെ ഇപ്പോൾ ഇവിടെ എത്തിയത്. അച്ഛനാൾ കൊള്ളാമല്ലോ. പിന്നെ അങ്ങനെ അച്ഛൻ ഇനിയിപ്പോൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അമ്മ ചോദിക്കുന്നുണ്ട്, തമാശയിൽ തന്നെ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് നിന്നെ ഒന്ന് കെട്ടിച്ചു വിടണം, അത് കഴിഞ്ഞ് എൻ്റെ കാര്യം നോക്കണം എന്നൊക്കെ അച്ഛൻ പറയാം കേട്ടോ. അപ്പോൾ ഭൂമികയുടെ അമ്മ പറയേണ്ടത് തമാശയ്ക്ക് പറയാം കേട്ടോ അവിടെ നിന്നും കൊണ്ട്. പിന്നെ വയസ്സുകാലത്ത് ഈ മനുഷ്യൻ്റെ ഒരു പൂതി കണ്ടില്ലേ, ചാവാറായി. എന്നിട്ടാണ് അപ്പം തന്നെ ഭൂമിച്ചയ്ക്ക് ദേഷ്യം വന്നിട്ട് ഒരു വിളി അങ്ങോട്ട് വിളിക്കണം, അമ്മേ എന്താ നിങ്ങൾ ഈ പറയുന്നത്, ചാവാറായിരുന്നോ, അച്ഛൻ്റെ മരണത്തെക്കുറിച്ചാണോ സംസാരിക്കുന്നത്, ഇനി മേലിൽ ഇത് സംസാരിക്കരുതെന്ന് പറഞ്ഞ് പതിവില്ലാത്ത രീതിയിൽ അങ്ങ് ദേഷ്യപ്പെടുകയാണ്. അപ്പം തന്നെ അമ്മയ്ക്ക് സങ്കടമായി. എന്തിനാടി നീ എന്നെ ഇങ്ങനെ വഴക്ക് പറയണത്, ഞാനൊരു തമാശ പറഞ്ഞല്ലേ, ഇതുപോലെ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്, ഇനി മേലിലത് പറയരുത്. അങ്ങനെ അത് കേൾക്കുമ്പോൾ അവർക്ക് അങ്ങ് സങ്കടമാവുകയാണ് കേട്ടോ. അപ്പോൾ അച്ഛൻ നിന്ന് സമാധാനപ്പെടുത്തുക, എടി പോട്ടെ, അവളൊന്ന് പറഞ്ഞു എന്ന് വെച്ച് നീ സങ്കടപ്പെടാതെ. അങ്ങനെ ഭൂമിജ അമ്മയടുത്ത് പോയി പോട്ടെ അമ്മേ, സോറി എന്നൊക്കെ പറഞ്ഞ് അവരങ്ങ് പോവാട്ടോ. എന്നാലും അമ്മയ്ക്ക് വിഷമം മാറുന്നില്ല. എന്തുകൊണ്ടാവും അവൾ അച്ഛൻ്റെ മരണക്കാര്യം പറഞ്ഞപ്പോൾ ഇത്രത്തോളം ദേഷ്യപ്പെട്ട് പറയാൻ എന്ന് ഭർത്താവിനോട് ചോദിക്കുകയും ചെയ്യാണ്. അവരത് നിസ്സാരം പോലെ തള്ളി കളയുക ചെയ്യണം കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് രാവിലെ അഞ്ജന ഇറങ്ങുകയാണല്ലോ. ആ സമയത്ത് അമ്മ ഭവാനി വന്ന് പറയാം, നീ പെട്ടെന്ന് ഇറങ്ങിക്കേ, നീ അവിടെ മുത്തശ്ശി അന്വേഷിക്കുന്നുണ്ട് നിന്നെ. അത് ശരി, പിന്നെ എനിക്ക് വയ്യ, ഇവിടെ അടിമയെ പോലെ ഇങ്ങനെ കിടക്കാണെന്ന് എന്നെ കൊണ്ട് പറ്റില്ലമ്മേ. അവർ പറയും പോലെ കേട്ടോണ്ടിരിക്കാമെന്ന് എനിക്ക് പറ്റത്തില്ല. അപ്പോഴാണ് ഭവാനി പറയുന്നത്, നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഇപ്പോൾ ഓരോരുത്തരും ആജ്ഞാപിക്കുമ്പോൾ നമ്മൾ അനുസരിക്കുന്നു, അങ്ങനെയല്ല വേണ്ടത്. നമ്മൾ ഇവിടുത്തെ മെയിൻ അധികാരം കൈപ്പറ്റണമെങ്കിൽ അജയനെ നീ വിവാഹം കഴിക്കണം. ഇവിടെ ഉള്ളവരെല്ലാവരും പറയും പോലെ അനുസരിച്ചതുപോലെ നീ നിന്ന് കൊടുക്കണം, മനസ്സിലായോ? കുറച്ച് ദിവസത്തേക്ക് നീ ക്ഷമയോടുകൂടി എല്ലാം കാത്തിരുന്നേ പറ്റുള്ളൂ. നമുക്കെല്ലാം നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കണ്ടേ? വേണം. പിന്നെ ഈ അജയ്, അവൻ എനിക്കത്ര താല്പര്യമൊന്നുമില്ല. പിന്നെ ഇപ്പോഴും താല്പര്യം ഉണ്ടായിട്ടല്ല, പിന്നെ അവൻ എന്നോട് അത്രയ്ക്കൊരു ക്രഷൊന്നും തോന്നുന്നില്ല. എന്നെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണമെന്നുള്ള ചിന്തയാണ്. അതുകൊണ്ട് ഇപ്പം എനിക്ക് വാശിയായമേ, ഞാൻ അവനെ എന്നിലേക്ക് അടുപ്പിക്കും, നോക്കിക്കോ. അങ്ങനെയാണ് വേണ്ടത്, നീ പെട്ടെന്ന് റെഡിയായി ഇറങ്ങി വാ എന്നും പറഞ്ഞ് മോളെ വിളിച്ചുകൊണ്ട് പോവാട്ടോ. ഈ സമയത്ത് ഭൂമിക പുതിയ സാരിയെ കൊടുത്ത് സുന്ദരിയായി അവിടെ പണ്ട് സൗഭാഗ്യപുരത്ത് പെൺകുട്ടികളെ പ്രസവിച്ച സമയത്ത് ഒരു മാല ഇട്ട് കൊടുത്തിരുന്നത്, അതേ മാല നമ്മുടെ ഭൂമികയുടെ കഴുത്തിലുമുണ്ട്. ആ മാലയൊക്കെ എടുത്ത് ഫ്രണ്ടിലിട്ടിട്ടാണ് കേട്ടോ പോവാൻ വേണ്ടി ഇറങ്ങി നിൽക്കുന്നത്. ഇതാണ് ഇന്നത്തെ എപ്പിസോഡ്. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്